കേരള കോൺഗ്രസ് എമ്മിന് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം, ഇനി അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല, അത്രമേൽ പിടിമുറുക്കിയിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് എന്ന്. കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ച കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനം എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോൾ അവതരിപ്പിച്ച ബജറ്റിൻ്റെ സമയത്ത് പ്രതിപക്ഷം, അതായത് ഇപ്പോൾ ജോസ് കെ മാണി അംഗമായിരിക്കുന്ന ഇടതുപക്ഷത്തെ MLA-മാർ എന്തുമാത്രം അതിനെ തടയാനും കെ എം മാണി എന്ന മനുഷ്യനെ തേജോവധം ചെയ്യാനും ശ്രമിച്ചു. അതിൻ്റെ പേരിൽ കേസ് വരെയായി. അവിടെ സഭയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ദൂരേക്ക് എറിഞ്ഞ് നഷ്ടങ്ങൾ, പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. അതിന് കോടതി വഴി ശിക്ഷ ഉൾപ്പെടെ, അതായത് അതിനെതിരെയുള്ള കോടതിയിലെ നീക്കങ്ങൾ, ഇവിടെ ഇടതുപക്ഷം നടത്താൻ വേണ്ടി കോടതിയിൽ ചെലവാക്കിയ പണം എത്രയാണെന്ന് വരെ ജനങ്ങൾക്കറിയാം. ഒന്നാലോചിക്കണം, അതേ ജോസ് കെ മാണിയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നതായി പറയുന്നത്. ജോസഫ് ഗ്രൂപ്പ് ഒരു കാര്യം അസന്നിഗ്ധമായി കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുകയാണ്: ഒരു കാരണവശാലും ജോസ് കെ മാണിയെ തിരികെ ഇടതുപക്ഷത്തിൽ നിന്നും UDF-ലേക്ക് എടുക്കരുത്. അവർക്ക് ഇനി ആഗ്രഹമുണ്ടെങ്കിൽ പോലും. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഘടകവും അതുപോലെ തന്നെ ഞങ്ങളുടെ MP-യും MLA-മാരും ഞങ്ങളുടെ പ്രാദേശിക നേതാക്കളും എല്ലാ അർത്ഥത്തിലും പാർട്ടി വിട്ടുപോകും. കൃത്യമായും അത് UDF-ൽ വ്യക്തമാക്കിയ കാര്യമാണ്. ചതിയന്മാർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നാണ് PJ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായി തന്നെയാണ് PJ ജോസഫ് ഇപ്പോഴും കാര്യങ്ങൾ നീക്കുന്നത്. അതിൽ ഒരു രീതിയിലും അയവ് വരുത്തിയിട്ടില്ല. ജോസ് കെ മാണി എന്നത് തൻ്റെ ശത്രു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് PJ ജോസഫ് എല്ലാ ഘട്ടത്തിലും നീങ്ങുന്നത്. കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് കെ എം മാണിയാണ് തന്നെ ആദരപൂർവ്വം ക്ഷണിച്ച് പാർട്ടിയിലേക്ക് അംഗത്വം തിരികെ എടുപ്പിച്ചത്. അതല്ലായിരുന്നെങ്കിൽ 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ 2011 മുതൽ 2016 വരെ തുടർഭരണവും ഇടതുപക്ഷത്തിന് തന്നെ കിട്ടുമായിരുന്നു. കാരണം അന്ന് PJ ജോസഫും മോൻസ് ജോസഫും ഉൾപ്പെടെയുള്ളവർ കൃത്യമായും UDF-ൻ്റെ കൂടെ ചേക്കേറിയത് കൊണ്ട് മാത്രമാണ് UDF-ന് 72 എന്ന സംഖ്യ ഒപ്പിക്കാൻ പറ്റിയത്. അത് കൃത്യമായി എല്ലാവരും ഓർത്താൽ നല്ലത്. UDF-ൽ കെട്ടുറപ്പുണ്ടാക്കണമെങ്കിൽ ആദ്യം UDF പുറത്തുനിന്ന് ആളുകളെ ക്ഷണിക്കുന്നത് നിർത്തണം. ഉള്ളവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകുകയും അവരെ വിജയിപ്പിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുകയും വേണം. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ജയിക്കില്ല എന്ന് തന്നോട് പലരും പറഞ്ഞു. എന്നാൽ താൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഫ്രാൻസിസ് ജോർജിന് കോട്ടയം എന്നല്ല, മധ്യ തിരുവിതാംകൂറിൽ എവിടെ നിർത്തിയാലും വിജയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഇടപെടൽ അദ്ദേഹം 1999 മുതലേ ഇടുക്കി MP ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. 1999 മുതൽ 2009 വരെയാണ് അദ്ദേഹം ഇടുക്കി MP ആയിരുന്നത്. ശക്തമായ ഒരു വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ എല്ലാ കാര്യങ്ങളും ലോക്സഭയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം PT തോമസ് ആയിരുന്നു ഇടുക്കി MP ആയിരുന്ന ഏറ്റവും ജനകീയരായ MP-മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരുമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ നീക്കം ഞങ്ങൾക്ക് നടത്താൻ കഴിയും. ഇടുക്കിയും കോട്ടയവും ഞങ്ങൾക്ക് കാണാപ്പാഠമാണെന്ന് PJ ജോസഫ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.